ഒരിക്കൽ ഒരു കുറുക്കൻ ഒരു സിംഹത്തിൻ്റെ കയ്യിലകപ്പെട്ടു. തന്നെ കൊല്ലരുത് എന്നും പകരമായി എന്തും ചെയ്യാമെന്നും കുറുക്കൻ കേണപേക്ഷിച്ചപ്പോൾ സിംഹം പറഞ്ഞു, ശരി, നിന്നെ ഞാൻ കൊല്ലുന്നില്ല. നീ പോയി നിന്നേക്കാൾ വലിയ ഒരു മൃഗത്തെ കൊണ്ടുവരൂ. പോകുന്ന വഴിക്ക് പുല്ല് തിന്നുകൊണ്ടിരുന്ന മാനിനെ കണ്ടപ്പോൾ കുറുക്കൻ മാനിനോട് പറഞ്ഞു, മാനെ, എൻ്റെ കൂടെ വരൂ. നിന്നെ ഇതാ രാജാവ് ഒരു രാജാവാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വരൂ. അങ്ങനെ മാനിനെ കൂട്ടിക്കൊണ്ട് കുറുക്കൻ പോയി. സിംഹം മാനിനെ കണ്ട മാത്രയിൽ തന്നെ അതിൻ്റെ മേൽ ചാടി വീണെങ്കിലും അതിൻ്റെ കൊമ്പലാണ് പിടുത്തം കിട്ടിയത്. കൊമ്പൊടിഞ്ഞെങ്കിലും മാൻ ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം മാൻ കുറുക്കനെ കണ്ടപ്പോൾ പറഞ്ഞു, കുറുക്ക, നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോയതല്ലേ, നീ ഒരു ചതിയനാണ്. കുറുക്കൻ പറഞ്ഞു, ഒരിക്കലുമല്ല, രാജാവ് നിൻ്റെ കൊമ്പ് ഒടിച്ചു മാറ്റിയതാണ്. ശിരസിൽ കിരീടം വെക്കുവാനായിട്ട് നിൻ്റെ കൊമ്പ് രാജാവ് എടുത്തു മാറ്റിയതാണ്, ഒടിച്ചു മാറ്റിയതാണ്. ഇത് വിശ്വസിച്ച് വീണ്ടും കുറുക്കൻ്റെ കൂടെ മാൻ പോയി. ഇത്തവണ സിംഹം മാനിൻ്റെ മേൽ ചാടി വീണപ്പോൾ അതിൻ്റെ വാലിലാണ് പിടികിട്ടിയത്. വാൽ മുറിഞ്ഞു പോയെങ്കിലും ഇത്തവണയും മാൻ ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം കുറുക്കനെ കണ്ടപ്പോൾ മാൻ വീണ്ടും ചോദിച്ചു, നീ എന്നെ ശരിക്കും കൊല്ലാൻ കൊണ്ടുപോയതല്ലേ, നീ ഒരു ചതിയനല്ലേ? ചിരിച്ചുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, ഒരിക്കലുമല്ല, നിൻ്റെ വാല് മുറിച്ചു മാറ്റിയെങ്കിലല്ലേ നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് രാജാവ് നിൻ്റെ വാല് മുറിച്ചു മാറ്റിയതാണ്. വരൂ, എൻ്റെ കൂടെ വരൂ. ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് വീണ്ടും മാനിനെ കുറുക്കൻ കൂട്ടിക്കൊണ്ടുപോയി. മാനിനെ കണ്ട മാത്രമേ തന്നെ സിംഹം അതിൻ്റെ മേൽ ചാടി വീഴുകയും അതിനെ കൊല്ലുകയും ചെയ്തു. സിംഹം പറഞ്ഞു, കുറുക്ക, നീ ഇതിൻ്റെ ശരീരം കടിച്ചു കീറി അതിൻ്റെ ചങ്കും കരളും തലച്ചോറും വേഗം എനിക്ക് കൊണ്ടുതരൂ. കുറുക്കൻ അതിൻ്റെ ശരീരം കടിച്ചു കീറി തലച്ചോറ് ആദ്യമേ തിന്നു, പിന്നീട് ചങ്കും കരളും കൊണ്ടു ചെന്നു. അപ്പോൾ സിംഹം ചോദിച്ചു, ഇതിന് തലച്ചോറ് എവിടെ? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഇതിന് തലച്ചോറ് ഉണ്ടായിട്ട് വേണ്ടേ? ഇതിന് തലച്ചോറ് ഉണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും രണ്ടാം പ്രാവശ്യവും എൻ്റെ വാക്ക് കേട്ട് വരികയും പിന്നീട് മൂന്നാം പ്രാവശ്യവും എൻ്റെ വാക്ക് കേട്ട് വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ കെണിയിൽ പെടുമായിരുന്നോ?